ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എക്സാമിൽ ഫുൾ എ പ്ലസ് ആണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കേൾക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് എ ഗോൾ. നമ്മുടെ ഗോൾ എന്താ? ഫുൾ എ പ്ലസ് ആണ് നമ്മുടെ ഗോൾ. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇരുന്ന് പഠിക്കുക. അപ്പൊ എപ്പോഴാണ് ഈ പഠിക്കാൻ പറ്റിയ സമയം? നമ്മുടെ സ്റ്റഡീസ് പറയുന്നത് രാവിലെയാണ് നല്ല സമയം എന്നാണ്. നമ്മൾ ഉറങ്ങിയെണീറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ നല്ല ഷാർപ്പായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് പഠിച്ചാലും വേഗം നമ്മുടെ ബ്രെയിനിലേക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. നൈറ്റിലാണെങ്കിലോ നമ്മുടെ ബ്രെയിൻ കുറച്ചൊന്ന് ടയേർഡ് ആയി പോകും. ആ സമയത്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടൈം എടുക്കേണ്ടി വരും. എന്നിരുന്നാലും നമ്മുടെ കംഫർട്ട് പോലെ രാവിലെയോ രാത്രിയോ ഇരുന്ന് പഠിക്കാം. അപ്പൊ കുറച്ചു പേരൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. വീഡിയോസ് കണ്ടിട്ട് ഗൈഡ്സ് വായിച്ച് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പഠിക്കാം. എന്നാൽ കുറച്ചു പേർക്ക് കമ്പൈൻഡ് സ്റ്റഡി ആയിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പഠിക്കാം. അപ്പൊ നമ്മൾ എവിടെ ഇരുന്നിട്ടാ പഠിക്കുക? സോഫയിലൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ ബെഡിലൊക്കെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറക്കം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഇരുന്ന് പഠിക്കണ്ട. ഒരു ചെയറിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ സ്ട്രെയിറ്റ് ആക്കി വെച്ച് നല്ല എയർ സർക്കുലേഷൻ ഉള്ള സ്ഥലത്ത് ഇരുന്നിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അപ്പൊ അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലേക്ക് വേഗം ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമതായിട്ട് നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ടൈം ടേബിൾ നമ്മൾ തന്നെ മേക്ക് ചെയ്യുക. നമുക്ക് ഏതൊക്കെ സമയത്താണ് പഠിക്കാൻ പറ്റുക എന്നുള്ള ടൈം ടേബിൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ ഒരു ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് നമ്മൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കാം. നമ്മൾ രാവിലെ എണീറ്റിട്ട് ഞാൻ ഇന്നത്തെ ദിവസം ഈ ചാപ്റ്റർ പഠിക്കുന്നു വിചാരിച്ചാൽ നമുക്കത് പോസിബിൾ ആയിക്കോളണമെന്നില്ല. അപ്പോൾ തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ എന്തൊക്കെയാണ് അടുത്ത ദിവസം പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ പഠിക്കാനും അത് റിവൈസ് ചെയ്യാനുള്ള ടൈമും കൂടെ നമ്മൾ ടൈം ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. നെക്സ്റ്റ് ആയിട്ട് മൈൻഡ് മാപ്പ്. അപ്പൊ നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ട് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗൈഡ്സ് ഒക്കെ വായിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നോട്ട്ബുക്സും കൂടെ നമ്മൾ കീപ്പ് ചെയ്യാം. എന്നിട്ട് ഒരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ആ ചാപ്റ്റർ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ അതൊക്കെ ആ നോട്ട്ബുക്സിലേക്ക് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിൽ ഷോർട്ട് നോട്ട്സ് ആയിട്ട് നമ്മൾ എഴുതി വെക്കാം. ഈ ഷോർട്ട് നോട്ട്സ് നമ്മുടെ എക്സാമിന് സമയത്ത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഈ ഷോർട്ട് നോട്ട്സ് നമുക്ക് കളേഴ്സ് യൂസ് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യാം. ഇക്വേഷൻസ് ആണെങ്കിൽ നമുക്ക് ബോക്സിലിട്ട് വെക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കളേഴ്സും ബോക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മൈൻഡിലേക്ക് സ്ട്രൈക്ക് ആയിട്ട് വരും. അതേപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡ് മാപ്പ്. ഇപ്പൊ നമ്മുടെ സയൻസിലെ ടോപ്പിക്സ് ആണെങ്കിൽ ഒരു ടോപ്പിക്ക് നോക്കിയാൽ മാപ്പായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കത് വേഗം തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് എക്സാമിന്റെ സമയത്ത് നല്ല ഓർമ്മയുണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ട്രീൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ റൂട്ടിന്റെ ഷേപ്പിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഒരു ടോപ്പിക്കിനെ അല്ലെങ്കിൽ നമുക്കൊരു ചാപ്റ്ററിനെ ഒരു മാപ്പാക്കി മാറ്റുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ടാണ് നമ്മുടെ പ്രാക്ടീസ് ആൻഡ് സെൽഫ് ഇവാലുവേഷൻ. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോലെ നമുക്ക് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾക്ക് ഒരു യൂസും ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു 2 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. 2 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആ ചാപ്റ്റേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, നമ്മൾ എഴുതി നോക്കുക. അപ്പോൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ എഴുതി തന്നെ നോക്കുക. അപ്പോൾ നമ്മൾ എഴുതി നോക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി പോകും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക അതാണ് നമ്മുടെ വീക്ക് പോയിന്റ്. അപ്പോൾ നമുക്ക് ആ വീക്ക് പോയിന്റ് എവിടെയാണ് ഐഡന്റിഫൈ ചെയ്യുക, അവിടെ കുറച്ചും കൂടെ ടൈം കൊടുക്കുക. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ മാത്തമാറ്റിക്കൽ പാർട്ടായിരിക്കും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ ടൈം കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വീക്ക് പോയിന്റ് നമ്മൾ ഓവർകം ചെയ്ത് നമ്മുടെ സ്ട്രെങ്ത് ആക്കി എടുത്ത് കൊണ്ടുവരാം. അതേപോലെ തന്നെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒരാളോട് പറഞ്ഞു കൊടുക്കുക. വീട്ടിൽ നമ്മുടെ സിബ്ലിങ്സ് ആണെങ്കിൽ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം നമ്മുടെ വീക്ക് പോയിന്റ് അതാണ്, നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നും കൂടെ പോയിട്ട് പഠിച്ചിട്ട് വരാം. നെക്സ്റ്റ് ആയിട്ട് പ്രോപ്പർ സ്ലീപ്പ്. നമ്മൾ കുറേ പേരെ കണ്ടിട്ടുണ്ട് എക്സാമിന്റെ തലേ ദിവസം അയ്യോ ഉറക്കം വരുന്നില്ല, ടെൻഷനാണെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പക്ഷെ നമ്മൾ ഉറക്കം ഒഴിയാൻ വേണ്ടി പാടില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രെയിനിൽ പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം വേണം. അപ്പം ഡെയിലി 7 hours എങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം കിട്ടിയാലേ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അതേ ഓർഡറിൽ ബ്രെയിനിൽ അടുക്കി വെക്കാനും അതേപോലെ എക്സാമിന്റെ ടൈമിൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ പേപ്പറിലേക്ക് നമുക്ക് എഴുതാനും വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ പ്രോപ്പർ ആയിട്ട് ഉറങ്ങുക. അപ്പോൾ ഇത്രയും ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ എക്സാമിൽ ഫുൾ എ പ്ലസ് നിങ്ങളോട് കൂടെ. Exam Winner. Crack your exams with Exam Winner and be a true winner.